ഹലോ സുഹൃത്തുക്കളെ, കൽപ്പന ചൗള ഉൾപ്പെടെയുള്ള 7 ബഹിരാകാശ യാത്രികർക്കും സുരക്ഷിതമായി ഭൂമിയിലേക്ക് മടങ്ങിയെത്താൻ കഴിയില്ലെന്ന കാര്യം നാസയ്ക്ക് അറിയാമായിരുന്നു. എന്നിട്ടും നാസ ക്രൂ അംഗങ്ങളോട് ഇക്കാര്യം പറഞ്ഞില്ല. പകരം അവരെ മരണത്തിലേക്ക് പറഞ്ഞയക്കുകയാണ് ചെയ്തത്. തൻ്റെ കഴിവും ധൈര്യവും കൊണ്ട് ഇന്ത്യയെ ലോകമെമ്പാടും പ്രശസ്തയാക്കിയ സ്ത്രീയാണ് കൽപ്പന ചൗള എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ബഹിരാകാശത്തേക്ക് പോയ ആദ്യത്തെ ഇന്ത്യൻ വനിതയായ കൽപ്പന ചൗളയുടെ കഥ ഇന്ന് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമായി മാറിയിരിക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ 2 തവണ കൽപ്പന ചൗള ബഹിരാകാശത്തേക്കുള്ള ദൗത്യത്തിൽ പറന്നിരുന്നു. അതിലാദ്യത്തേത് വിജയകരമായിരുന്നു. പക്ഷെ 2ാമത്തെ തവണ ബഹിരാകാശത്തു നിന്ന് മടങ്ങുമ്പോൾ അപ്രതീക്ഷിതമായി ആ അപകടം സംഭവിക്കുകയായിരുന്നു. അതിൻ്റെ യഥാർത്ഥ കാരണവും കൽപ്പന ചൗളയുടെ മുഴുവൻ ജീവിതയാത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക. എല്ലാവർക്കും ഫെമ്മിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനലിൽ പുതിയ ആളാണെങ്കിൽ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. 1962 മാർച്ച് 17 ഹരിയാനയിലെ കനാലിലാണ് കൽപ്പന ചൗള ജനിച്ചത്. കൽപ്പനയുടെ പിതാവിൻ്റെ പേര് ബനാറസിലാൽ ചൗള എന്നും മാതാവിൻ്റെ പേര് സഞ്ജോതി ചൗള എന്നുമാണ്. തൻ്റെ 4 സഹോദരങ്ങളിൽ ഏറ്റവും ഇളയവളായിരുന്നു കൽപ്പന ചൗള. ടാഗോറിലെ ബാൽനികേതൻ സീനിയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് കൽപ്പന ചൗള പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അതിനുശേഷം 1976 പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടി. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്ത ഏക വനിത കൂടിയായിരുന്നു കൽപ്പന ചൗള. 1982 കൽപ്പന ചൗള അമേരിക്കയിലേക്ക് മാറുകയും 1984 ആലിൻഡനിലെ ടെക്സസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് മാസ്റ്റർ ഓഫ് സയൻസ് ബിരുദം നേടുകയും ചെയ്തു. ഇതിനിടയിൽ കൽപ്പന ചൗള പേരി ഹഡ്സൺ എന്നയാളെ കണ്ടുമുട്ടി. 1983 അദ്ദേഹത്തെ വിവാഹം കഴിക്കുകയും ചെയ്തു. 1988 കൊളറാഡോ ബോൾഡർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൽപ്പന ചൗള PhD നേടിയ ശേഷം അതേ വർഷം തന്നെ നാസയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. 1991 കൽപ്പന ചൗളയ്ക്ക് അമേരിക്കൻ പൗരത്വം ലഭിച്ചു. അതിനുശേഷം 1994 ഡിസംബറിൽ കൽപ്പന ചൗളയെ ബഹിരാകാശ യാത്രികരുടെ 15ാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. കൽപ്പന ചൗളയുടെ കഴിവ് കണ്ടറിഞ്ഞ നാസ 1996 അവരുടെ ആദ്യ ബഹിരാകാശ ദൗത്യത്തിനായി കൽപ്പന ചൗളയെ തിരഞ്ഞെടുത്തു. കൂടാതെ നാസയുടെ മിഷൻ സ്പെഷ്യലിസ്റ്റായും പ്രൈം റോബോട്ടിക് ആം ഓപ്പറേറ്ററായും കൽപ്പന ചൗളയെ നിയമിച്ചു. നാസയുടെ ബഹിരാകാശ ദൗത്യത്തിനായി കൊളംബിയ സ്പേസ് ഷട്ടിൽ 1997 നവംബർ 19 US കെനഡി സ്പേസ് സെന്ററിൽ നിന്നും പറന്നുയർന്നു. ഈ ദൗത്യത്തിൽ കൽപ്പന ചൗള ഉൾപ്പെടെ 6 ജീവനക്കാരുണ്ടായിരുന്നു. STS-87 എന്നായിരുന്നു ഈ ദൗത്യത്തിൻ്റെ പേര്. ഈ ദൗത്യവുമായി 15 ദിവസവും 16 മണിക്കൂറും കൽപ്പന ചൗള ബഹിരാകാശത്ത് ചെലവഴിക്കുകയും ചെയ്തു. 1997 ഡിസംബർ 5 ഈ ബഹിരാകാശ വാഹനം വിജയകരമായി ഭൂമിയിൽ തിരിച്ചെത്തി. ഈ ദൗത്യത്തിന് ശേഷം ബഹിരാകാശത്തേക്ക് പോകുന്ന ആദ്യ ഇന്ത്യൻ വംശജയായ വനിതയായി കൽപ്പന ചൗള മാറി. ഈ ദൗത്യം വിജയിച്ചതുകൊണ്ടാണ് നാസ 2001 2ാം ബഹിരാകാശ ദൗത്യത്തിൽ കൽപ്പന ചൗളയെ തിരഞ്ഞെടുത്തത്. STS-107 എന്നായിരുന്നു ഈ ദൗത്യത്തിൻ്റെ പേര്. എന്നാൽ കൊളംബിയ സ്പേസ് ഷട്ടിലിൽ ചില തകരാറുകൾ വന്നുകൊണ്ടിരുന്നതിനാൽ 18 തവണ അവർക്ക് ഈ വിക്ഷേപണ തീയതി നീട്ടിവെക്കേണ്ടി വന്നു. കൊളംബിയ സ്പേസ് ഷട്ടിലിൻ്റെ എല്ലാ തകരാറുകളും പരിഹരിക്കാൻ ഏകദേശം 2 വർഷമെടുത്തു. അതിനുശേഷം 2003 ജനുവരി 16 കൊളംബിയ സ്പേസ് ഷട്ടിൽ ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നും അതിൻ്റെ 28ാമത്തെ പറക്കൽ ആരംഭിച്ചു. എന്നാൽ അതവരുടെ അവസാനത്തെ യാത്രയാകുമെന്ന് ആരും കരുതിയിരുന്നില്ല. 15 ദിവസവും 22 മണിക്കൂറും 22 മിനിറ്റും ബഹിരാകാശത്ത് കഴിഞ്ഞ ശേഷം 2003 ഫെബ്രുവരി 1 ഈ ബഹിരാകാശ വാഹനം ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ വലിയൊരു അപകടം സംഭവിച്ചു. അതിലുണ്ടായിരുന്ന എല്ലാ ബഹിരാകാശ സഞ്ചാരികൾക്കും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിച്ച ഉടനെ എന്തോ ശക്തമായ അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങി. ഒപ്പം ശ്വാസതടസ്സവും ഉണ്ടായി. ഈ സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് അന്തരീക്ഷമർദ്ദം കൂടാൻ തുടങ്ങുകയും ഓക്സിജന്റെ അളവിൽ കുറവുണ്ടാവുകയും ചെയ്തു. അതോടെ പേടകത്തിലെ എല്ലാ ക്രൂ അംഗങ്ങളും ബോധരഹിതരായി. അവരുടെ ശരീരത്തിൻ്റെ താപനില പെട്ടെന്ന് ഉയരുകയും രക്തം തിളച്ചുമറിയുകയും ചെയ്തു. തുടർന്ന് ഷട്ടിലിൽ സ്ഫോടനം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ ബഹിരാകാശ സഞ്ചാരികളും വേദനയോടെ മരണപ്പെട്ടിരുന്നു. നിയന്ത്രണം നഷ്ടപ്പെട്ട കൊളംബിയയുടെ ആന്തരിക ഘടനയ്ക്ക് വലിയ സമ്മർദ്ദം നേരിടേണ്ടി വന്നിരുന്നു. പരിസ്ഥിതിയിലെ വാതകങ്ങൾ വേഗത്തിൽ അതിലേക്ക് പ്രവേശിക്കുകയും അതിനുശേഷം ഷട്ടിലിൽ നിന്ന് ഓറഞ്ച് നിറത്തിലുള്ള ഒരു കുമിള പൊട്ടിത്തെറിക്കുകയും ചെയ്തു. തുടർന്നൊരു വെളുത്ത പുകപടലമായി ഷട്ടിൽ മാറി. ഈ അപകടം നടന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷവും അതിൻ്റെ കാരണമെന്താണെന്ന് കണ്ടെത്താൻ നാസയ്ക്ക് കഴിഞ്ഞില്ല. ക്രൂ അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടാകാം എന്നവർ കരുതി. എന്നാൽ നാസ
ഇക്കാര്യം വളരെ സൂക്ഷ്മമായി അന്വേഷിക്കാൻ തുടങ്ങി. അതിനുശേഷം പുറത്തുവന്ന കാര്യങ്ങൾ എല്ലാവരെയും അമ്പരിപ്പിച്ചു. നാസയുടെ അന്വേഷണത്തിൽ ഈ അപകടത്തിന് കാരണം ഇൻസുലേഷൻ ഫോമാണെന്ന് കണ്ടെത്തി. ഈ ഇൻസുലേഷനെക്കുറിച്ച് മനസ്സിലാക്കാൻ ബഹിരാകാശ വാഹനത്തിൽ ഉപയോഗിക്കുന്ന ചില സാധനങ്ങളെക്കുറിച്ച് പറയാം. ബഹിരാകാശ സഞ്ചാരികളെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകുന്ന സ്പേസ് ഷട്ടിൽ വിക്ഷേപിക്കാൻ ഒരു റോക്കറ്റ് ഉപയോഗിക്കാറുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഗുരുത്വാകർഷണത്തിനെതിരായ ബഹിരാകാശത്തേക്ക് ഈ റോക്കറ്റുകൾ വേഗത്തിൽ കൊണ്ടുപോകുന്നതിന് ധാരാളം ഇന്ധനം ആവശ്യമാണ്. ഇനി ഇന്ധനത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ഇന്ധനങ്ങളുണ്ട്. ആദ്യത്തേത് ലിക്വിഡ് ഫ്യൂലും, രണ്ടാമത്തേത് ദ്രവ ഇന്ധനമായ ദ്രാവക ഓക്സിജനിലെ ആളിന്ധനവുമാണ്. ഈ 2 ഇന്ധനങ്ങളും വളരെ താഴ്ന്ന താപനിലയിൽ ദ്രാവക രൂപത്തിലുള്ളതിനാൽ ഈ കുറഞ്ഞ താപനില നിലനിർത്തുന്നതിന് വേണ്ടി മുഴുവൻ ഇന്ധന ടാങ്കും ഇൻസുലേഷൻ ഫോം കൊണ്ട് കവർ ചെയ്യും. ഒരു എക്സ്ട്രാ ലെയറിന് പുറമെ പുറത്തെ ചൂട് അതിലേക്ക് പ്രവേശിക്കുന്നത് തടയാൻ വേണ്ടി റോക്കറ്റിനകത്തും പുറത്തും ബയോപേഡം ഉപയോഗിക്കുന്നുണ്ട്. ഈ സ്ഥലത്താണ് ബഹിരാകാശ വാഹനം ഘടിപ്പിച്ചിരിക്കുന്നത്. സ്പേസ് ഷട്ടിൽ റോക്കറ്റ് ടാങ്കിനൊപ്പം ഘടിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ചൂട് ഏകദേശം 3000 ഡിഗ്രി വരെ ഉയരും. അത് വളരെ അപകടകരമാണ്. അതുകൊണ്ടാണ് ഈ ചൂടിൽ നിന്നും സ്പേസ് ഷട്ടിലുകളെ സംരക്ഷിക്കാൻ വിവിധതരം കോട്ടിംഗ് വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. ഈ കോട്ടിംഗ് മെറ്റീരിയൽ ചെറിയ ടൈലുകളുടെ രൂപത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വൈറ്റ് ടൈൽസ് എന്ന് വിളിക്കുന്ന ഈ ടൈൽസ് സ്പേസ് ഷട്ടിലിൻ്റെ മുകൾ ഭാഗത്താണ് ഉറപ്പിച്ചിരിക്കുന്നത്. ഇത് സ്പേസ് ഷട്ടിലിനെ ഏകദേശം 1200 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ നിന്നും സംരക്ഷിക്കും. താഴത്തെ ഭാഗത്ത് ഡാർക്ക് ടൈൽസ് ആണ് ഉറപ്പിച്ചിരിക്കുന്നത്. ഇത് ഏകദേശം 2300 ഡിഗ്രി താപനിലയിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും. എന്നാൽ ഏറ്റവും ഉയർന്ന താപനില സ്പേസ് ഷട്ടിലിൻ്റെ ചിറകുകളിലാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അതിൻ്റെ അടിത്തറ ഈ പ്രാണികളിൽ നിന്ന് സംരക്ഷിക്കാൻ റെയിൻഫോഴ്സ്ഡ് കാർബൺ പാനലുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് 3000 ഡിഗ്രി താപനിലയിൽ നിന്ന് ഈ അടിത്തറകളെ സംരക്ഷിക്കും. ഇനി നമുക്ക് കൽപ്പന ചൗള യാത്ര ചെയ്ത സ്പേസ് ഷട്ടിലിനെ കുറിച്ച് പറയാം. ഈ ഷട്ടിൽ വിക്ഷേപിച്ചപ്പോൾ ടാങ്കിലെ ഇൻസുലേഷൻ ഫോമിൻ്റെ ഒരു കഷണം പുറത്തേക്ക് വന്ന് ഷട്ടിലിൻ്റെ കാർബൺ പാനലുമായി കൂട്ടിയിടിച്ചു. ഷട്ടിലിൻ്റെ ചിറകിലത് 10 ഇഞ്ച് ആഴത്തിലുള്ള ഒരു ദ്വാരമുണ്ടാക്കി. ഒരു ചെറിയ കഷണം ഇൻസുലേഷൻ ഫോം വിമാനത്തിൻ്റെ ചിറകിന് കേടുപാടുകൾ വരുത്തുമെന്ന് ആരും കരുതിയില്ല. ഷട്ടിൽ ഭൂമിയിലേക്ക് മടങ്ങിയപ്പോൾ അതിന് വായുമർദ്ദം താങ്ങാനായില്ല. ചൂട് അതിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് ഷട്ടിൽ അപകടത്തിന് ഇരയാവുകയും ചെയ്തു. നാസയുടെ അഭിപ്രായത്തിൽ ഈ അപകടത്തിൻ്റെ യഥാർത്ഥ കാരണം ഇൻസുലേഷൻ ഫോമാണ്. ഇത് തെളിയിക്കാൻ വേണ്ടി നാസയിലെ വിദഗ്ധർ കൊളംബിയ സ്പേസ് ഷട്ടിലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ചിറകുണ്ടാക്കി. തുടർന്ന് വിക്ഷേപണത്തിനിടെയുണ്ടായ തകരാറാണ് ഷട്ടിൽ അപകടപ്പെടാനുള്ള യഥാർത്ഥ കാരണമെന്ന് കണ്ടെത്തി. ഈ അപകടം നടന്ന് 10 വർഷത്തിനു ശേഷം 2013 ജനുവരി 17 കൊളംബിയയുടെ പ്രോഗ്രാം മാനേജർ വെൻഹൈ ഒരു ബ്ലോഗിലൂടെ ഞെട്ടിക്കുന്ന ഒരു കാര്യം വെളിപ്പെടുത്തി. ഷട്ടിലിൻ്റെ വിക്ഷേപണ വേളയിൽ ഇൻസുലേഷൻ ഫോമിൻ്റെ കഷണം മൂലമുണ്ടായ ഈ അപകടം നാസയുടെ മിഷൻ മാനേജ്മെൻറ്റ് ടീം കണ്ടെത്തിയിരുന്നു. ഈ ദൗത്യത്തിൽ നിന്ന് ഒരു ബഹിരാകാശ യാത്രികനും സുരക്ഷിതമായി ഭൂമിയിലേക്ക് മടങ്ങാൻ കഴിയില്ലെന്ന കാര്യവും നാസ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ നാസ തൻ്റെ ക്രൂ അംഗങ്ങളോട് അതത്ര കാര്യമായി എടുക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആരും അതത്ര കാര്യമാക്കി എടുത്തില്ല. തുടർന്ന് ഷട്ടിലിൻ്റെ ഇടത്തെ ചിറകിൽ അത് സാരമായ കേടുപാടുകൾ വരുത്തുകയും ഒന്നുമറിയാത്ത ക്രൂ അംഗങ്ങളെ മരണത്തിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. എന്നാൽ സ്പേസ് ഷട്ടിലിന് എത്രമാത്രം കേടുപാടുകൾ സംഭവിച്ചു എന്നതിൻ്റെ തെളിവ് നാസയ്ക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ചിലർ അവകാശപ്പെടുന്നത്. ദൗത്യത്തിൽ ഏർപ്പെട്ടിരുന്ന ബഹിരാകാശ സഞ്ചാരികൾ അപകടത്തെക്കുറിച്ച് കേട്ട് അസ്വസ്ഥരാകാൻ നാസ ആഗ്രഹിച്ചില്ല. അവരുടെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ മരണഭയത്തോടെ ഇരിക്കാൻ പാടില്ല എന്ന് നാസ കരുതിയിരുന്നു. അപകടത്തെക്കുറിച്ച് ക്രൂ അംഗങ്ങളെ അറിയിച്ചാലും അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കാം നാസ ഇക്കാര്യം ബഹിരാകാശ സഞ്ചാരികളോട് പറയാതിരുന്നത്. 2003 ഫെബ്രുവരി 5 കൽപ്പന ചൗളയുടെ അത്യപൂർവമായ സംഭാവനകൾ കണക്കിലെടുത്ത് ബഹിരാകാശത്തേക്ക് അയക്കുന്ന ISROയുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട എല്ലാ ഉപഗ്രഹങ്ങൾക്കും കൽപ്പന സാറ്റലൈറ്റ്സ് എന്ന് നാമകരണം ചെയ്യുമെന്ന് ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. കൂടാതെ കൽപ്പന ചൗളയുടെ ഓർമ്മയ്ക്കായി കൽപ്പന ചൗള സ്കോളർഷിപ്പ് ഉൾപ്പെടെ നിരവധി പദ്ധതികൾക്കും പ്രോജക്റ്റുകൾക്കും കൽപ്പന ചൗളയുടെ പേര് നൽകി. അതുകൂടാതെ നാസ ഒരു സൂപ്പർ കമ്പ്യൂട്ടറിനും മൗണ്ടനും കൽപ്പന ചൗളയുടെ പേരിട്ടു. നാസ വിചാരിച്ചിരുന്നെങ്കിൽ 7 ക്രൂ അംഗങ്ങളെയും രക്ഷിക്കാമായിരുന്നു എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ അമർത്തി ആളെന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയും വേണം. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ, ജയ് ഹിന്ദ്.